ട്രിപ്പ് പോകാൻ വേണ്ടി കുറേ കുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്യും. ആ ടൈമിലാണ് വഴി ബ്ലോക്ക് ആകുന്നത്. അപ്പോഴാണ് അവർ അവിടെ ഒരു ഷോർട്ട് കട്ട് കാണുന്നത്. ഈ ഷോർട്ട് കട്ടിലൂടെ അവർ യാത്രയും ചെയ്യും. പിന്നീട് അവർ കണ്ട കാഴ്ചയോ പേടിപ്പെടുത്തുന്നതും വിചിത്രവുമായിരുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2020 ഇറങ്ങിയ ഷോർട്ട് കട്ട് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു കുട്ടി കാട്ടിലൂടെ പേടിച്ചോടുന്നതാണ്. അവൻ എന്തിനെയോ കണ്ട് പേടിച്ചോടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവൻ കുറേ കാട്ടിലേക്ക് ഓടും. പകുതി എത്തുമ്പോൾ നിൽക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. അവിടുത്തെ കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് കാട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിൽ 5 കുട്ടികളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി ഡ്രൈവറായിട്ടുള്ള ജോണും ആ വണ്ടിയിലുണ്ടായിരുന്നു. ജോൺ ഈ കുട്ടികളുമായിട്ട് നല്ല കമ്പനിയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ജോണിനെ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ലൂണാർ എക്ലിപ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ റേഡിയോയിൽ വരും. ഇത് കേട്ട് ജോണിന് നല്ല ആകാംക്ഷയായിരുന്നു. അന്ന് രാത്രിയായിരുന്നു എക്ലിപ്സിന്റെ ടൈം. ജോണിനാണെങ്കിൽ അത് നല്ല ഇഷ്ടവുമായിരുന്നു. പക്ഷേ കുട്ടികൾക്കിതൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. ജോൺ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ അതൊന്നും മൈൻഡ് ആക്കുന്നേയില്ലായിരുന്നു. അങ്ങനെ ഇവർ യാത്ര ചെയ്ത് കുറേ പോകും. ആ ടൈമിലാണ് ഇവരുടെ മുമ്പിൽ വഴി ബ്ലോക്കായി കിടക്കുന്നത്. അവിടെ ഒരു ക്രെയിനും കിടപ്പുണ്ടായിരുന്നു. ആ ക്രെയിൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്ങും ഒറ്റ മനുഷ്യനില്ലായിരുന്നു. മുമ്പോട്ട് പോകാനാണെങ്കിൽ വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ജോൺ ഒന്നും നോക്കാതെ ഈ ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് ഓർക്കും. അങ്ങനെ ജോൺ കുട്ടികളുമായി ആ വഴിയിലൂടെ പോകുന്ന വഴിയാണ് അവിടെ ഒരു മനുഷ്യന്റെ കൈ കിടക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അവർ ആ വഴിയിലൂടെ കുറേ പോകും തോറും അവിടെയുള്ള ക്ലൈമറ്റ് മാറി വരികയായിരുന്നു. മഞ്ഞും മഴയുമൊക്കെ ആയി വരികയായിരുന്നു. അതോടൊപ്പം പോകുന്ന വഴി പല മൃഗത്തിൻ്റെയും അസ്ഥികൂടങ്ങളും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ പോകുമ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു മൃഗം ചത്തു കിടക്കുന്നതും അവരുടെ വഴി വീണ്ടും ബ്ലോക്ക് ആകുന്നതും. ഇത് കണ്ട ജോൺ വണ്ടിയിൽ നിന്നിറങ്ങി ആ ജീവിയെ മാറ്റാനായി പോകും. ആ ടൈമിലാണ് പെഡ്രോ എന്ന സൈക്കോ കില്ലർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്ന പെഡ്രോ ജോണിനെ ഗൺ പോയിന്റിൽ നിർത്തും. ശേഷം അവനെ അവിടെ നിന്ന് നടത്തി വണ്ടിയിലേക്ക് കൊണ്ടുപോകും. പെഡ്രോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വന്ന് പെട്ടതോ ഈ കാട്ടിലും. പെഡ്രോയുടെ മെയിൻ ആളുകൾ കുട്ടികളായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊലപ്പെടുത്തുന്നതായിരുന്നു പെഡ്രോയുടെ പണി. പെഡ്രോയ്ക്ക് എങ്ങനെയെങ്കിലും ടൗണിലേക്ക് പോകണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജോണിനെ ഗൺ പോയിന്റിൽ നിർത്തും. കുട്ടികളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അവൻ ജോണിനോട് വണ്ടി എടുക്കാൻ പറയും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ജോണിന് വണ്ടി എടുക്കേണ്ടി വരും. അങ്ങനെ ഇവർ വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെ കുറേ യാത്രയ്ക്ക് ശേഷം ഇവർ ഒരു ടണലിനുള്ളിലെത്തും. ആ ടണലിനകത്തേക്ക് മിലിറ്ററിക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും അത് ശ്രദ്ധിക്കത്തുമില്ല. ആ ടണലിലൂടെ എത്ര യാത്ര ചെയ്തിട്ടും ഇവരപ്പുറത്തെത്തുന്നേ ഇല്ലായിരുന്നു. അതായത് ഏറെക്കുറെ ലൂപ്പ് പോലെയായിരുന്നു ആ ടണല്. ടണലിനകത്ത് എത്തുമ്പോഴാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത്. ഇത് കണ്ട പെട്രോ അവിടെയുള്ളൊരു കുട്ടിയെ ഗൺ പോയിന്റിൽ നിർത്തും. എന്നിട്ട് ജോണിനോട് ഇറങ്ങി വണ്ടി ശരിയാക്കാനും പറയും. കൂടെ തന്നെ പെട്രോയും ആ കുട്ടിയും ഇറങ്ങും. അങ്ങനെ ജോൺ വണ്ടി ശരിയാക്കുന്ന ടൈമിലാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിലൂടെ അകലെയായി എന്തോ ഒന്നിനെ ജോൺ കാണുന്നത്. അതായത് മനുഷ്യനെ പോലെ എന്തോ ഒന്ന് മാറി മറയുന്നതായിട്ട് എല്ലാവരും കാണും. ഇത് കണ്ട പെഡ്രോ അത് പോയി എന്താണെന്ന് നോക്കാൻ ജോണിനോട് പറയും. അതും ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണ് പെഡ്രോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജോൺ അത് നോക്കാനായി പോകുന്ന വഴി അവിടെയുള്ള എല്ലാ ലൈറ്റും ഓഫാകും. ലൈറ്റ് ഓഫായ ശേഷവും ജോൺ മുമ്പോട്ട് നടക്കും. ആ ടൈമിലാണ് ആ ജീവി ജോണിൻ്റെ മുമ്പിൽ വരുന്നത്. അതെന്തോ മനുഷ്യനെയും മൃഗത്തെയും പോലെ ഇരിക്കുന്ന വലിയൊരു ഭീമനായ ജീവിയായിരുന്നു. ആ ജീവി ക്രൂരമായി ജോണിനെ ആക്രമിക്കുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. ഇത് കണ്ട പെഡ്രോയും കുട്ടികളും എല്ലാവരും പേടിക്കും. പെഡ്രോ വണ്ടിയുടെ അകത്തേക്ക് വന്ന് കയറുകയും ചെയ്യും. ജോണിന്റെ നിലവിളി അവിടെ മുഴുവൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വന്ന പെഡ്രോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. പെഡ്രോയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ടൗണിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ വണ്ടിയിൽ നിന്നിറങ്ങാൻ പേടിയുമായിരുന്നു. വണ്ടിയുടെ താക്കോലാണെങ്കിലോ ജോണിന്റെ കയ്യിലുമായിരുന്നു. പെഡ്രോ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് അവിടെയുള്ള തടിയൻ ചെക്കനെ ഗൺ പോയിന്റിൽ നിർത്തും. അവനോട് പോയി ആ താക്കോൽ എടുക്കാനും പറയും. പക്ഷെ ആ പയ്യന് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെഡ്രോ അവന് പകരം മറ്റൊരു പെൺകുട്ടിയെ വിടും. ഈ പെൺകുട്ടിയുടെ പേരാണ് ബ്രാണ. അങ്ങനെ ബ്രാണ വണ്ടിയിൽ നിന്നിറങ്ങി ജോണിന്റെ അടുത്തേക്ക് പതിയെ നടക്കും. ജോണിന്റെ അടുത്തെത്തി ബോഡി കണ്ട അവൾ വളരെ വിഷമിക്കും. കാരണം ആ അവസ്ഥയിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. ഇവള് താക്കോലെടുക്കാൻ തുടങ്ങുന്ന ടൈമിൽ എന്തോ ശബ്ദം കേൾക്കും. ഇവൾ അങ്ങോട്ടേക്ക് ടോർച്ച് മടിക്കും. ആ ടൈമിലാണ് ടോർച്ച് വെട്ടം കണ്ട് ആ ജീവി അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഇത് കണ്ട് അവൾക്ക് പിടികിട്ടും ആ ജീവിക്ക് വെളിച്ചം പേടിയാണെന്ന്.
പെട്ടെന്ന് തന്നെ അവൾ അവിടെ ഓടി വണ്ടിയിലേക്ക് കയറുകയും ചെയ്യും. ബ്രാണയ്ക്ക് താക്കോലെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിയുടെ മുകളിലൂടെ എന്തോന്നും നടക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ട എല്ലാവരും ഒന്ന് പേടിക്കും. ഇത് ജീവിയാണെന്ന് എല്ലാവർക്കും പിടികിട്ടുകയും ചെയ്യും. എങ്ങനെയെങ്കിലും ഈ ജീവിയെ കൊന്ന ശേഷം ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് ടൗണിലേക്ക് പോകാമെന്ന് പെഡ്രോ ഓർക്കും. ഇതും ഓർത്തുകൊണ്ട് ഇവൻ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങും. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു. ആ ജീവി അങ്ങോട്ടേക്ക് വന്ന് മൃഗീയമായി പെഡ്രോയും അവിടെ വെച്ച് കൊലപ്പെടുത്തു. പെട്ടെന്ന് തന്നെ കൂടെയുള്ള പയ്യൻ ഇതെല്ലാം കണ്ട് പേടിച്ച് ആ വണ്ടിയുടെ ഡോർ അടയ്ക്കുകയും ചെയ്യും. ഡോറെല്ലാം അടച്ച് അകത്ത് സേഫായിട്ട് ഇരിക്കാമെന്ന് ഓർക്കുമ്പോഴോ ആ ജീവി നഖം കൊണ്ട് അവിടെയുള്ള ഗ്ലാസും ഡോറും എല്ലാം തുറക്കും. ഡോറ് തുറന്ന ജീവി വണ്ടിയുടെ അകത്തേക്ക് കയറും. ഇത് കണ്ട എല്ലാ കുട്ടികളും പേടിച്ച് പുറകോട്ടോടും. പക്ഷെ ബ്രാണയ്ക്ക് മാത്രം അറിയാമായിരുന്നു വെളിച്ചം കിട്ടിയാൽ ആ ജീവി അവിടെ നിന്ന് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ടോർച്ച് എടുത്ത് അവൾ ഫ്ലാഷ് അടിക്കും. ഇത് കണ്ട മറ്റു കുട്ടികളും ജീവിയുടെ നേരെ ഫ്ലാഷ് അടിക്കും. ഈ തക്കം നോക്കി എല്ലാ കുട്ടികളും മടിയിൽ നിന്ന് ഇറങ്ങി ഓടും. അവരവിടെ ഓടി അണ്ടർഗ്രൗണ്ടിലേക്ക് വരും. ആ ടൈമിലാണ് അവിടെ കുട്ടികൾ ഒരു റൂം കാണുന്നത്. ഇത് കണ്ട കുട്ടികളെല്ലാം റൂമിലേക്ക് കയറുകയും ചെയ്യും. റൂമിനകത്ത് കുറേ ക്യാൻഡിലുണ്ടായിരുന്നു. കുട്ടികളെടുത്ത് കത്തിക്കാൻ തുടങ്ങും. കത്തിച്ച ശേഷമാണ് കുട്ടികൾ അവിടെ കിടക്കുന്ന ഒരു മാപ്പ് കാണുന്നത്. മാപ്പിനുള്ളിലോ ജനറേറ്ററുള്ള റൂമിലേക്കുള്ള റൂട്ട് ഉണ്ടായിരുന്നു. ഇത് കണ്ട ബ്രാണയും മറ്റൊരു പയ്യനും കൂടി ആ റൂമിലേക്ക് പോകാനേ തുടങ്ങും. രണ്ടുപേരും നടന്നു തുടങ്ങും. ആ ടൈമിലാണ് അവിടെ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കാണുന്നത്. ഈ മനുഷ്യനും ആ ജീവി കാരണം മരണപ്പെടാതായിരിക്കും. പക്ഷെ ഇതൊക്കെ നോക്കി നിന്നാൽ നമുക്ക് ടൈം പോകുമെന്ന് പറഞ്ഞ് ബ്രാണയും പയ്യനും കൂടി വീണ്ടും നടക്കും. ഈ ടൈമിലാണ് അവിടെയുള്ള മറ്റൊരു പയ്യന് മുള്ളാൻ മുട്ടുന്നത്. ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ പോകും. ഈ പെൺകുട്ടിയുടെ പേരാണ് ടെറി. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകും. പയ്യൻ മുള്ളാൻ പോകുന്ന ടൈമിൽ ടെറി കുറച്ചകലെ മാറി നിൽക്കുകയും ചെയ്യും. പയ്യൻ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോഴോ ടെറി അവിടെ കാണുന്നില്ലായിരുന്നു. ഇത് കണ്ട ആ പയ്യൻ നല്ലപോലെ പേടിക്കും. ഇവൻ അവിടെ ഓടിപ്പോയി എല്ലാവരെയും കാര്യം അറിയിക്കും. അങ്ങനെ ആ പയ്യനും തടിയൻ ചെക്കനും കൂടി ടെറി അന്വേഷിച്ചിറങ്ങും. നിലവിളി ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോകും. രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് കാണുന്നത് ടെറിയുടെ മുകളിൽ ആ മൃഗം കയറി നിൽക്കുന്നതും അവളെ കൊലപ്പെടുത്താനായി നോക്കുന്നതും. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന ആ ചെക്കൻ്റെ കയ്യിൽ തീ ഉള്ളത് കൊണ്ട് തന്നെ ആ ജീവി പുറകോട്ട് പേടിച്ച് മാറും. ഈ തക്കം നോക്കി ടെറിയും അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ആ ജീവി വിടില്ല. മൂത്രമൊഴിക്കാൻ പോയ പയ്യനെ ആ ജീവി പിടികൂടും. അവൻ്റെ മുകളിൽ കയറിയിരുന്ന് അവനെ കൊലപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓണാകുന്നത്. കാരണം ബ്രാണയും ആ പയ്യനും ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തക്കം നോക്കി 3 കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ബ്രാണയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ടൈമിലാണ് എല്ലാവരും അവിടെ അടുത്തുള്ളൊരു റൂം കാണുന്നത്. എല്ലാവരും അതിനകത്തേക്ക് കയറുകയും ചെയ്യും. ആ റൂമിൽ അടുത്തിടയ്ക്ക് വരെ ആരോ താമസിച്ചതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പേരുടെ മിസ്സിങ് ആയവരുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ആ ജീവിയെ പറ്റിയുള്ള പല കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെയോ അവിടെ വലിയൊരു അന്വേഷണം നടത്തിയതുപോലൊക്കെ ഉണ്ടായിരുന്നു. ഈ ടൈമിലാണ് അവർക്ക് അവിടെ നിന്ന് ഡയറി കിട്ടുന്നത്. ആ ഡയറിയുടെ പുറത്ത് ജൂലിയോ സപ്രി എന്ന് എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഡയറി തുറക്കുമ്പം 2 കുട്ടികളുടെ ഫോട്ടോയും അവർക്ക് കിട്ടും. ആ കുട്ടിയാണ് നമ്മൾ മൂവിയുടെ തുടക്കം കാട്ടിലൂടെ ഓടിപ്പോകുന്നതായിട്ട് കണ്ടത്. ഈ കുട്ടിയുടെ ഡയറിയാണ് അവർ വായിക്കുന്നതും. അങ്ങനെ ഗുലിയോ എന്ന ആ കുട്ടിയുടെ നഷ്ടപ്പെട്ട അനിയത്തിയെ പറ്റിയുള്ള കഥയൊക്കെ ആയിരുന്നു അത്. സംഭവം നടക്കുന്നത് 71 കാലഘട്ടത്തിലാണ്. ഗുലിയോയ്ക്കും അനിയത്തിക്കും അഡ്വഞ്ചർ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവർ നടന്ന് ആ ടണലിലേക്ക് എത്തും. അതായത് ആ ടണലിൻ്റെ മറ്റൊരു എൻഡിലുള്ള ഗുഹയിലേക്ക് എത്തും. ആ ഗുഹയുടെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഇവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുലിയോയുടെ അനിയത്തി ഗുഹയുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് ആ ജീവി വന്ന് അനിയത്തിയെ കൊലപ്പെടുത്തുന്നത്. ഇത് കണ്ട് ഗുലിയോ പേടിച്ചോടുന്നതാണ് നമ്മൾ മൂവിയുടെ തുടക്കം കണ്ടത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പോയി ഗുലിയോ പോലീസിനോടും വീട്ടുകാരോടും പറയും. പക്ഷെ ആരും വിശ്വസിക്കില്ല. അതിനുശേഷമാണ് ഗുലിയോ ആ ജീവിയെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അവൻ 40 വർഷത്തിന് ശേഷവും ആ ജീവിയെപ്പറ്റി അന്വേഷിക്കും. അവൻ ആ ഗുഹയുടെ ഉള്ളിലേക്ക് വരും. ആ ജീവിക്ക് വെളിച്ചം പേടിയാണെന്നുള്ളത് ഗുലിയോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗുലിയോ ആണ് ആ ടണലിലെ അണ്ടർഗ്രൗണ്ടിൽ ജനറേറ്റർ പിടിപ്പിച്ചത്. ഇതെല്ലാം ഗുലിയോ ആ ജീവിയെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഗുലിയോ ആ ജീവിയെപ്പറ്റി കൂടുതൽ പഠിക്കും. ആ ജീവി മനുഷ്യന്റെ ബ്ലഡും അതോടൊപ്പം തന്നെ മൃഗത്തിന്റെ ബ്ലഡുമാണ് കുടിക്കുന്നതെന്നുള്ളത് ഗുലിയോ കണ്ടുപിടിക്കും. അതോടൊപ്പം തന്നെ ഈ ജീവി പുറത്തേക്ക് വന്നാൽ മനുഷ്യന്മാർക്ക് മുഴുവൻ ആപത്താണെന്നുള്ളതും ഗുലിയോ കണ്ടുപിടിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, ഗുലിയോയെയും ആ ജീവി കൊലപ്പെടുത്തും. അങ്ങനെ ഡയറിയെല്ലാം വായിച്ചു കഴിയുമ്പം ഗുലിയോ നിർത്തിയെടുത്ത് നിന്ന് ഇവർക്ക് തുടങ്ങണമെന്ന് തോന്നും. അതായത് ഇവർക്ക് ആ ജീവിയെ കൊല്ലണമെന്ന് തോന്നും. പക്ഷെ കൂട്ടത്തിലുള്ള 2 പേർക്ക് അപകടം പറ്റിയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. കാരണം ബ്ലഡിന്റെ സ്മെല്ലുണ്ടായിരുന്നു.
ആ ഡയറിയുടെ അകത്ത് ഗുലിയോ നടത്താനിരുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ടണലിനകത്ത് വളരെയധികം വോൾട്ടേജ് ഉള്ള ജനറേറ്റർ ഉപയോഗിച്ച് വെളിച്ചമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ജീവിയെ പിടിക്കാൻ പറ്റുമെന്നായിരുന്നു ഗുലിയോ എഴുതി വെച്ചത്. ഇതിനുവേണ്ടി ഗുലിയോ അവിടെ വലിയൊരു ജനറേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ എങ്ങനെയൊക്കെയോ മാപ്പൊക്കെ നോക്കി ആ ജനറേറ്ററിൻ്റെ അടുത്തേക്ക് പോകും. ജനറേറ്റർ കണ്ടുപിടിച്ച് അത് റെഡിയാക്കുകയും വെളിച്ചമുണ്ടാക്കുകയും ചെയ്യും. അതിനുശേഷമുള്ള അവരുടെ പ്ലാൻ ആണെങ്കിലോ ബ്ലഡ് പറ്റിയ ഒരാൾ ജനറേറ്ററിന് മുമ്പിലോ പുറകിലോ നിൽക്കണം. ബ്ലഡിൻ്റെ മണമടിച്ച് ജീവി അടുത്തേക്ക് വരുമ്പോൾ ആ ജനറേറ്റർ ഓൺ ആക്കുകയും ചെയ്യണം. ഈ ഒരു പ്ലാനാണ് അവർ നടത്താൻ പോകുന്നത്. അങ്ങനെ കൂട്ടത്തിൽ മുറിവ് പറ്റിയ ബ്ലഡുള്ള ആ ഒരു പയ്യനെ ജനറേറ്ററിന് മുമ്പിലേക്ക് ഇവർ നിർത്തും. ആ ജീവി ബ്ലഡിന്റെ മണമടിച്ച് അടുത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ഇവർക്ക് ജനറേറ്ററിന്റെ ലിവർ ഓൺ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ഇവരെല്ലാവരും കുറെ ട്രൈ ചെയ്യും. മൊത്തത്തിൽ പണി പാളിയെന്നോർക്കും. ആ ടൈമിലാണ് കൂടെയുള്ളൊരു പെൺകുട്ടി ആ ജീവിയുടെ ശ്രദ്ധ കളയുന്നത്. ആ ടൈം നോക്കി ഇവർ ലിവർ ഓപ്പൺ ആക്കുകയും ചെയ്യും. വെളിച്ചമടിക്കുകയും ആ ജീവിയുടെ കൺട്രോൾ പോവുകയും ചെയ്യും. ആ ജീവി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഈ ടൈം നോക്കി 2 പെൺകുട്ടികളും അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതായത് മാപ്പ് നോക്കി ടണലിന് പുറത്തേക്ക് ഓടും. പുറകെ തന്നെ ആ ജീവിയും ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ നേരം വെളുത്തിട്ടുമുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ സൺലൈറ്റുമായി തുടങ്ങി. ജീവി പുറകെ വരുമ്പോഴാണ് ജീവിയുടെ പുറകെ ബാക്കി 3 ആൺകുട്ടികളും തീപ്പന്തവുമായി വരുന്നത്. അങ്ങനെ ഈ ജീവി ഇവരുടെ ഇടയ്ക്ക് വെട്ടുപോകും. പുറത്തേക്ക് പോയ സൺലൈറ്റ് അടിക്കും. പുറകിലാണെങ്കിലോ തീപ്പന്തവുമുണ്ട്. അങ്ങനെ ഈ തക്കം നോക്കി 3 ആൺകുട്ടികളും ആ ജീവിക്ക് തീ കൊളുത്തും. തീ പിടിച്ച് ആ ജീവി അവിടെ തന്നെ ചത്തുപോവുകയും ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപകടം പറ്റിയ കുട്ടികളെ ആശുപത്രിയിലാക്കുകയും ബാക്കി കുട്ടികൾ എല്ലാ കാര്യങ്ങളും വീട്ടുകാരോട് പറയുകയും ചെയ്യും. പക്ഷെ വീട്ടുകാര് ആദ്യം ഇതൊന്നും വിശ്വസിക്കില്ല. പിന്നീട് ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ടണലിലേക്ക് പോകും. അകത്തേക്ക് കയറിയ ശേഷമോ ഒരു മൃഗത്തിന് ശബ്ദം കേൾക്കും. ആ ടൈമിൽ തന്നെ കയ്യിലുള്ള ടോർച്ചും ഓഫാകും. പിന്നീട് കാണിക്കുന്നത് ആ പോലീസ് നിലവിളിക്കുന്നതാണ്. ഇതിനെല്ലാം അർത്ഥം ഒരുപക്ഷെ ആ ജീവി ചത്തിട്ടില്ലായിരിക്കാം. ഇല്ലെങ്കിൽ അതുപോലെ ഇനിയും പല ജീവികൾ കാണും. നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും അവിടെ തീരും.